സാർ, ഈ രണ്ട് കൈവില്ലാത്ത ഒരാള് ചന്തയിലൊരു ഉറുമ്പ് കയറിയാൽ അനുഭവിക്കുന്ന ഒരു ഗതിയിലാണ് സാർ നമ്മുടെ പ്രതിപക്ഷം ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. ശാരീരിക അധിക്ഷേപത്തിൽ മുഖ്യമന്ത്രിയെ കടത്തിവെട്ടുകയാണ് ഭരണപക്ഷത്തു നിന്നുള്ള MLA PP ചിത്തരഞ്ജൻ. നിയമസഭയിൽ ചിത്തരഞ്ജൻ പറഞ്ഞത് വികലാംഗരെ വേദനിപ്പിക്കുന്ന അപമാനിക്കുന്ന വാക്കുകളാണ്. ചിരിച്ചാസ്വദിച്ച PP ചിത്തരഞ്ജൻ പറഞ്ഞ വാക്കുകൾ ഈ അടുത്ത കാലത്ത് കേരളം കേട്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അശ്ലീലം. സാർ, ഈ രണ്ട് കൈവില്ലാത്ത ഒരാള് ചന്തയിലൊരു ഉറുമ്പ് കയറിയാൽ അനുഭവിക്കുന്ന ഒരു ഗതിയിലാണ് സാർ നമ്മുടെ പ്രതിപക്ഷം ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. പ്രതിപക്ഷത്തെ പരിഹസിക്കാൻ ഭിന്നശേഷിക്കാരെ കളിയാക്കേണ്ടതുണ്ടോ ബഹുമാനപ്പെട്ട MLA? വൈകല്യം അത് ആർക്കും എപ്പോഴും സംഭവിക്കാം. ഒരു അപകടമുണ്ടായാൽ എനിക്കും നിങ്ങൾക്കും രണ്ട് കൈ നഷ്ടപ്പെടാം. വികലാംഗരുടെ നികുതിയിൽ നിന്ന് കൂടിയല്ലേ കേരളത്തിൽ നിന്നുള്ള MLA-മാരുടെ ശമ്പളം? നിയമസഭയിൽ ഇരുന്നു കൊണ്ട് ചിത്തരഞ്ജൻ ഉപയോഗിച്ച ഈ ഭാഷ ഒരു ജനപ്രതിനിധിക്കും ചേർന്നതല്ല. പൊതുവേദികളിൽ, പ്രത്യേകിച്ച് നിയമനിർമ്മാണ സഭയിൽ മലിനമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം കൂടിയാണ്. എന്നിട്ടും ഇന്നും ഒരു ലജ്ജയുമില്ലാതെ വന്ന് ന്യായീകരിക്കുകയാണ്. ഒരിക്കൽ പോലും അങ്ങനെ ഒരു ചിന്തയോ ഒരു ധാരണയോ എൻ്റെ മനസ്സിലില്ല. ഞാനങ്ങനെ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രം മാപ്പ് പറഞ്ഞാൽ മതിയല്ലോ. ഈ ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പ്രതിപക്ഷം കാട്ടിക്കൊണ്ടിരിക്കുന്ന കോപ്രായങ്ങൾ അവസാനം ഏതാണ്ട് സമതല തെറ്റിയവരെ പോലെയാണ് അവസാന ദിവസം കാട്ടിക്കൂട്ടിയതല്ല. അപ്പോൾ ഞാനൊരു നാടൻ ഉപമ പോലെ ഒരു പദം അങ്ങ് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ വേറെ വ്യംഗ്യാർത്ഥമൊന്നും ഞാൻ കണ്ടിട്ടുമില്ല, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുമില്ല. അതിനെ അങ്ങനെ തന്നെ കണ്ടാൽ മതി. ഞാനൊരിക്കൽ പോലും അവരെ ആക്ഷേപിക്കുന്ന ഒരാളുമല്ല. അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ആൾ തന്നെയാണ്. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചു പിടിക്കാനാവില്ല. പിന്നെയുള്ളത് പറഞ്ഞതിലെ പോരായ്മ മനസ്സിലാക്കിയുള്ള തിരുത്താണ്. താങ്കളെ ജയിപ്പിച്ചയച്ച വോട്ടർമാർക്കെങ്കിലും മിനിമം അത് അർഹിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇനിയും മുട്ടയുടെ വിലയും മാസ്കിട്ട് മുഖം തുടച്ചതും കേരളം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കും.